CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ലിംഗസമത്വം, തുല്യാവകാശം എന്നിവയിലൂന്നി അന്താരാഷ്ട്ര വനിതാ ദിനാചരണം. നാടെങ്ങും നടന്നത് വൈവിധ്യമേറിയ പരിപാടികൾ. അനധികൃത മദ്യവിൽപ്പന 6 ലിറ്റർ വിദേശ മദ്യവുമായി പട്ടിത്തടം സ്വദേശി അറസ്റ്റിൽ. പഴഞ്ഞിപ്പട്ടിത്തടം പൂവത്തൂർ വീട്ടിൽ 62 വയസ്സുള്ള സത്യനെയാണ് കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പൊന്നിയൂർ പഞ്ചായത്തിലെ ജൈവമാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ബയോ കമ്പോസ്റ്റ് ബിൻ വിതരണം ചെയ്തു. ഉത്സവനാളുകളിൽ നടക്കുന്ന ഗുരുവായൂർ പുസ്തകോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ലൈബ്രറി പരിസരത്ത് മാർച്ച് 20 വരെയുള്ള ദിനങ്ങളിലാണ് പുസ്തകോത്സവം. കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിരോധത്തിനുള്ള കമ്മ്യൂണിറ്റി ലീഡർ പ്രോഗ്രാമിന്റെ ഭാഗമായി പൊന്നിയൂർ പഞ്ചായത്തിൽ സന്നദ്ധ തീരം ക്ലൈമറ്റ് പരേഡ് നടത്തി. അവിയൂർ കൈനാക്കൽ പരിസരത്തു നടത്തിയ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ ചിറയൻകാട് ഗൃഹനാഥൻ തോട്ടിൽ വീണു മരിച്ചു. കുറുമ്പൂർ വീട്ടിൽ 74 വയസ്സുള്ള ജയപാലനാണ് മരിച്ചത്. എരുമപ്പെട്ടി മണ്ടംപറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവവും രുചിയുത്സവവും നടത്തി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി 10 ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന ഉത്സവാഘോഷത്തിന് ആറാട്ടോടുകൂടി സമാപനമായി. മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവ സമാപനത്തെ തുടർന്ന് ചാവക്കാട് നഗരസഭ മാസ് ക്ലീനിംഗ് നടത്തി. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ ഉത്സവങ്ങളുടെ ഭാഗമായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശുചീകരണം. എടക്കഴിയൂർ RPMM UP സ്കൂളിൽ ഗ്രാജുവേഷൻ സെറിമണിയും മെറിറ്റ് ഡേ ആഘോഷവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷം കുന്നംകുളം ലേബർ ഓഫീസർ VK റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ സമിതിയുടെ നേതൃത്വത്തിൽ വിജയമാണ് റമദാൻ ഖുർആൻ സമ്മേളനം ഞായറാഴ്ച സംഘടിപ്പിക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.